ഇന്നിപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് പുട്ടാണ് കേട്ടോ. മിക്കപ്പോഴും ഞാൻ പുട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അതിപ്പോൾ ക്ലാസ് ഉള്ളപ്പോഴും ശരി, വെക്കേഷൻ ആയാലും ശരി, പുട്ട് വിട്ടുള്ളൊരു കളിയില്ല. പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് കടലയാണ്. മിക്ക ദിവസവും കറിയായിരിക്കും കേട്ടോ. വല്ലപ്പോഴും മാത്രമേ ഞങ്ങൾ പഴം പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് വെക്കാറുള്ളൂ. അപ്പോൾ ഇതേ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് കൂട്ടിയിട്ട് ഞാൻ ഉച്ചക്കത്തെ പണിയിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇവിടെ ആരും എണീറ്റിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 7:30 ആ ഒരു സമയമേ ആയിട്ടുള്ളൂ. വേഗം തന്നെ ഞാൻ കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ റേഷനരിയാണ്. ആകെ 15-20 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. എന്നാലും വെന്ത് കഴിയുമ്പോഴേക്കും റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്ക് കഴിക്കുമ്പോഴേക്കും ചൂടായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇന്ന് ബീഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് ഒന്ന് ഉരുളക്കിഴങ്ങിട്ടൊന്ന് ഒലത്തിയല്ല ഇങ്ങനെ താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിലോട്ടിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉപ്പ്, വേണമെങ്കിൽ ഒരു ഇത്തിരി മഞ്ഞൾ പൊടിയോ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇന്ന് ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തേക്കണത്. എന്നിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ വലിയ തീയിലിട്ടിട്ട് പിന്നെ ഒന്ന് മീഡിയം തീയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും എനിക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടാറുണ്ട് കേട്ടോ ബീഫ്. അപ്പോഴേ ബീഫ് അവിടെ ഇരുന്ന് വേഗണ നേരം കൊണ്ടേ ഞാൻ കുറച്ച് പുതിനയില എടുക്കാൻ വന്നതാണ്. ഇതിപ്പോൾ ഞാൻ നട്ടതാണ്. ഞാൻ മുമ്പത്തെ ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഒരു തവണ കൂടി എടുത്ത് വീണ്ടും ഇത് 3ാമത്തെ തവണയായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കിളിർപ്പ് വന്നിട്ടുണ്ട്. ഇതിനെ പുതിനയിലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പറയാമെന്ന് പച്ചസേമ്പ്ര എന്നുകൂടി പറയുമായിരുന്നു കേട്ടോ. അത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ഇത് ബീഫ് കറിയിൽ ഇടാറുണ്ട്. ബീഫ് കറിയിൽ മാത്രം കേട്ടോ. ചിക്കൻ കറിയിൽ ഇട്ടതായിട്ട് എനിക്കറിയില്ല. ഒത്തിരി ഇടണ്ട, ഒരു 2-3 തണ്ട് ഇട്ടാൽ മതി. ബിരിയാണിയുടെ ഇടണത്രയും ഇടരുത്. അപ്പോൾ ഒത്തിരി ഫ്ലേവറായി പോകും. ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. അങ്ങനെ ബീഫ് കറി വെക്കാനുള്ള സവാളയും തക്കാളിയും എല്ലാം വഴറ്റിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ ഇതേ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴേക്കും പൊടികളായിട്ട് ചേർക്കേണ്ടത് മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ ഒരിത്തിരി മീറ്റ് മസാല, നമ്മൾ പൊടിക്കാത്ത കടയിൽ നിന്ന് മേടിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് എൻ്റെ കയ്യിൽ ഉള്ളപ്പോൾ ഞാൻ ചേർക്കാറുണ്ട്. ഇപ്പം ഞാനിത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ കൈരളിയുടെ ഒരു മീറ്റ് മസാല കിട്ടും. അതും ചേർക്കാറുണ്ട്, ഗരം മസാലയും ചേർക്കാറുണ്ട്. അപ്പോൾ ദേ ബീഫും ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഞാനപ്പോൾ ഉരുളക്കിഴങ്ങ് കഴുകി വാരി ആ ബീഫിൻ്റെ സൂപ്പിലോട്ട് ഇട്ട് കൊടുത്തതാണ്. കുറച്ച് വേവ് അവിടെ കിടന്ന് വേഗമല്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ദേ രണ്ടും കൂടി ഞാൻ ആ മസാലയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പയ്യെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോഴേ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വണ്ടിയുടെ വോയിസൊക്കെ കേൾക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഷോപ്പിൽ നിന്നാണ് വോയിസ് കൊടുക്കാണ് ഉള്ളത്. ഉച്ച സമയമാണെങ്കിലും വോയിസ് കൊടുക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും വണ്ടി എവിടെ നിന്നില്ലാതെ ഓടിപ്പാഞ്ഞ് വരും. അപ്പോൾ അതേ ഞാൻ ഈ പുതിനയിലയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫ്ലേവർ എന്തായാലും കറിയിലുണ്ടാകും. പിന്നെ ഈ ബീഫ് ഫ്രൈ ചെയ്യുമ്പോഴും ഈ പുതിനയില ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. മല്ലിയില പോലെയല്ല, പുതിനയില, രണ്ടിനും 2 വ്യത്യാസങ്ങളുണ്ട് കേട്ടോ.